അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ പഠനം മധുരം ക്ലാസ്സിലെ നമ്മുടെ പ്രത്യേക അതിഥി എന്ന് പറയുന്നത് ഡോക്ടർ ഇല്യാസാണ്. അതേപോലെ മകൻ സയ്യിദ് മുഹമ്മദും. ഇവരെ നമുക്ക് അവിചാരിതമായൊരു കണ്ടുമുട്ടലാണ്. അൽഹംദുലില്ലാ ദീർഘകാലത്തെ പരിചയമുണ്ടെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനൊരു വീഡിയോ പിടിക്കാനും പ്രത്യേകിച്ച് മകൻ്റെ ഖിറാഅത്ത് ഒന്ന് പരിചയപ്പെടുത്താനും അത് അനുസരിച്ച് നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ്സുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ പ്രത്യേകിച്ച് ഡോക്ടർ ഇല്യാസ് സാറ് നമ്മുടെ കേരള ആരോഗ്യ വകുപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മകനെ കണ്ടുമുട്ടിയപ്പോഴും നമുക്ക് കുഞ്ഞു മക്കളെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തലാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിന് ഇന്ന് നമുക്ക് സയ്യിദ് മുഹമ്മദിനെയാണ് നമുക്ക് ഈ നിങ്ങൾക്ക് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. എന്ന് പരിചയപ്പെടാം ഡോക്ടറെ, എന്തുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. പിന്നെ എന്തുണ്ട് നമ്മുടെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ്? സുഖം തന്നെ. ഉസ്താദുമായിട്ട് എനിക്ക് കുറച്ച് കാലമായിട്ടുള്ള പരിചയമാണ്. ഞാൻ ഉസ്താദിനെ കാണുന്നത്, പരിചയപ്പെടുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കാണുകയും ഇങ്ങനെയൊരു അവസരം ലഭിക്കുകയും ചെയ്തു. എൻ്റെ മകൻ്റെ ഖിറാഅത്ത് ഉസ്താദിൻ്റെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാമുകൾ അൽഹംദുലില്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ നമ്മളെ സന്തോഷം അറിയിക്കുന്നുണ്ട്. ഇന്നലെയും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കുറേ ഉസ്താദന്മാരുടെ ഒരു കൂട്ടായ്മ നമ്മളെ ഈ പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ ചാനലിലൂടെ മനഃശാസ്ത്ര സൈക്കോളജി ക്ലാസ് നടക്കുന്നുണ്ട്, മസ്അല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഈ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ അറിവുകളും പങ്കുവെക്കുന്ന ഈ ചാനല് വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മകൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്തില്ല. മോൻ്റെ പേരെന്താണ് മോനെ? സയ്യിദ് അഹമ്മദ്. മാഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് മോൻ ഏത് സൂറത്താണ് ഓതുന്നത്? സൂറത്ത് തക്കാസുർ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സൂറത്ത് തക്കാസുർ ആണ് ഓതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളോട് ചോദിച്ചാണ്, 1000 ആയത്തുകൾ ഓതാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ദിവസം? അപ്പം എല്ലാ ജോലികളിലും, അതായത് വ്യത്യസ്തമായ ജോലികളിൽ പോകുന്ന പ്രത്യേകിച്ച് പ്രായം അധികരിച്ച സഹാബികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വ്യത്യസ്തമായ ആൾക്കാരാണ്. പക്ഷെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്താണ്? ദിവസവും 1000 ആയത്ത് എങ്ങനെ ഓതും എന്നാണ് ചോദിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്ത് എന്താണ്? സൂറത്ത് തക്കാസുർ ഓതാൻ അവരത് 1000 ആയത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു സൂറത്താണ്. അൽഹംദുലില്ലാ മോൻ ഇന്ന് പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് മോൻ ഒന്ന് ഓതി കേൾക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. സദഖല്ലാഹുൽ അലീം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കട്ടെ. പ്രത്യേകിച്ച് ഈ മകന് അല്ലാഹു തആല എല്ലാവിധമായ അനുഗ്രഹങ്ങൾ ഇരുലോകത്തും നൽകുമാറാകട്ടെ. ആമീൻ. ഇതേപോലെ നമ്മുടെ മക്കളെയൊക്കെ പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മളെ അടുപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കളാക്കി നമുക്ക് കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ചെറുപ്പത്തിലേ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു കുട്ടിയെ നമ്മൾ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് നന്നാവേണ്ടതിൻ്റെ കാരണം എപ്പോഴാണ്? ചെറിയ പ്രായത്തിലേ പരിശ്രമിച്ചെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓരോ കുട്ടികൾക്കും ഓരോ പ്രായങ്ങളുണ്ട്. ആ പ്രായത്തിനുള്ളിലാണ് നമ്മൾ ഇതെല്ലാം ഇൽമു പകർന്നു കൊടുക്കേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും നമ്മുടെ ചാനലിൽ ഈ മകന് വേണ്ടി നമ്മൾ ചെറിയ പാട്ട് നമ്മുടെ പുസ്തകത്തിലുള്ള ധാരാളം പുസ്തകങ്ങൾ നമ്മളുണ്ട്. പ്രത്യേകിച്ച് സൂറത്തുൽ ഈ തക്കാസുറിനെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിലൊരു പാട്ട് ഇൻഷാ അല്ലാഹ് പാടുകയാണ്.
എന്തായാലും നമ്മുടെ മദ്രസകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഒരു ദിനമായിരമായത്തോതി തീർക്കാനൊക്കുന്നവരാരാ, ഒരു ദിനമായിരമായത്തോതി തീർക്കാനൊക്കുന്നവരാരാ, നബിയോരുടെ അനുചരരോടൊരു നാളിൽ ചോദ്യം നബിയോരാം. ഒരു ദിനമായിരമായത്തോതി തീർക്കാനൊക്കുന്നവരാരാ, നബിയോരുടെ അനുചരരോടൊരു നാളിൽ ചോദ്യം നബിയോരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഒരു ദിനം 1000 ആയത്തോതി തീർക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെ കൊണ്ട് കഴിയും ദിവസവും? അപ്പോഴാണ് സഹാബികളുടെ മറുപടി, ആർക്കാ നബിയെ കഴിയുക ദിനവും 1000 ആയത്തുകളോതാൻ, ആർക്കാ നബിയെ കഴിയുക ദിനവും 1000 ആയത്തുകളോതാൻ. ആറ്റൽ നബിയോരുടെ മറുപടി റെഡിയാണ്, തകാസുർ സൂറത്ത് ബദലാണ്. ആറ്റൽ നബിയോരുടെ മറുപടി റെഡിയാണ്, തകാസുർ സൂറത്ത് ബദലാണ്. അതായത് 1000 ആയത്തിന്റെ പ്രതിഫലം കിട്ടുന്ന സൂറത്താണ് ഏറ്റവും പ്രിയപ്പെട്ട ഈ മകൻ ഓതിയത്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പാട്ടിലൂടെ സൂറത്തുകളോട് ഒരു കമ്പം ഉണ്ടാക്കിയെടുക്കാം. ഓരോ സൂറത്തിനെ കുറിച്ചും നമുക്കൊരു അതിന്റെ ശ്രേഷ്ഠതയും ഫളിലും അതിന്റെ ഏറ്റവും പോരിശകളൊക്കെ പറഞ്ഞ് അതിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഖുർആനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാം. ഏതുപോലെ ഇന്നാ അൻസൽനാ സൂറത്തിനെ കുറിച്ച് നമ്മൾ ഈ ചാനലിൽ പാടിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഒന്നു ചെയ്തു തീർന്ന് ഓതുമൂന്ന് സൂറത്തുൽ ഖദ്ർ, ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയാ പവർ, നീ വാഹനത്തിൽ കയറിയാലിത് ഓതണേ പതിവ്, ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ഷെയർ. സൂറ ഇന്നാ അൻസലിനെ കുറിച്ചാണ് പാടിയത്. അതേപോലെ നമുക്ക് പിന്നെ സൂറത്ത് മുൽക്കിനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഉമ്മത്തിന്റെ കൽബിലെല്ലാം ഈ 30 ആയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ സൂറത്താണ്. ഏത് സൂറത്ത്? സൂറത്തുൽ മുൽക്ക്. അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? തിരുനബി തങ്ങൾ ഉറങ്ങാറില്ല തബാറക സൂറത്തോതാതെ, തരണം പരനെ ഞങ്ങൾക്കും വിധി ഓതാൻ മുൽക്ക് മുടങ്ങാതെ, കൂരിൽ തെങ്ങിയ ഖബറിൽ കൂട്ടിന് മുൽക്ക് വരുന്നവരാക്കേണേ, ഖുർആനിന്നൂറാൽ ഖൽബെന്നും ലംഘിടുവാൻ വിധി കൂട്ടേണേ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ഇരുലോകത്തും വിജയിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമുക്ക് നാളെ ഒരു ചോദ്യത്തെ നേരിടാനുണ്ട്. പ്രത്യേകിച്ച് ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് മുങ്കർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന ചോദ്യങ്ങൾ ചോദിക്കും. അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നിന്റെ ഇമാം ആരാണ്? അപ്പം നമ്മൾ പറയണം ഖുർആൻ ഇമാമി എന്ന് പറയണം. ഖുർആൻ ഇമാം എന്ന് പറയുന്നത് എന്താണ്? ഖുർആൻ ഇമാം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പ്രവർത്തനത്തിനും എന്ത് വേണം? ഇമാമാക്കണം. ഒരു മനുഷ്യൻ ഉണർന്നാലുടനെ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അത് ഖുർആൻ ഇമാമ. നമ്മൾ വെള്ളം കുടിക്കുന്നു, നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഖുർആൻ ഇമാമാക്കാം. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ ഉണർന്നാലുടനെ എന്താ നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലയോ? പക്ഷേ അവിടെ ഒരു സുന്നത്തിനെ നമ്മൾ പാലിക്കണം. എന്താ പാലിക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കുലു വശ്റബു എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കുലു വശ്റബു, തിന്നുക, കുടിക്കുക എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റാൽ ഒരു ഈത്തപ്പഴവോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണവോ വായിൽ വെച്ച് ചവച്ചതിന് ശേഷം കുടിക്കുമ്പോൾ എന്തായി മാറി? ഖുർആൻ ഇമാമാക്കലായി. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ പ്രവർത്തനവും എന്തായി മാക്കാം? എന്താക്കി മാറ്റാം? ഖുർആനിനെ ഇമാമാക്കലാവും. എല്ലാ പ്രവർത്തനവും, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും ഖുർആൻ ഇമാമാക്കുന്ന എന്താവും? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഷർട്ടെടുത്തിടുന്നു. ഷർട്ടെടുത്തിടുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒരു ഡയറിയോ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു പേനയോ എടുത്തു വെക്കുന്നു. ഇതും ഖുർആൻ ഇമാമാക്കലാണ്. എങ്ങനെയാവും? പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ 5 ആയത്ത് ഇറങ്ങിയത് ഇഖ്റഉ ബിസ്മി, ഇഖ്റഉ ബിസ്മി. ആ ഇഖ്റഉ ബിസ്മിയിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയുധത്തിന്റെ പേരാണ് എന്ത്? പേന, കലം. അല്ലമ ബിൽ ഖലം. അതേപോലെ വായിക്കാനാ പറഞ്ഞത്, എഴുതാനാ പറഞ്ഞത്. അപ്പോൾ വായനയും എഴുത്തും പഠനവും പഠിപ്പിയിലെല്ലാം എന്ത് വരും? ഖുർആന്റെ ഇമാമാക്കലാവും. നമ്മുടെ മനസ്സിനെ, നീയത്തിനെ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യുക, അതാണ് ഖുർആനിനെ ഇമാമാക്കൽ. അപ്പം നമുക്ക് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇന്ന് തന്നെ നമ്മൾ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ പാട്ടിലൂടെ പഠിച്ചത്. ഏതൊക്കെയാണ്? നമ്മൾ മോനോദിയ സൂറത്തുൽ തകാസുർ, പിന്നെ ഇന്നാ അൻസൽനാ, പിന്നെ ഏതാണ്? സൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഇത് ഇട്ടുകൊടുക്കണം. അത് ഈ പാട്ടിലൂടെ ആവുമ്പോൾ എന്താവും? ഒരിക്കലും മറക്കത്തില്ല. ഈ പാട്ടിനൊക്കെ വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലോട്ട് ചെന്നപ്പോൾ പാട്ടുപാടിയാണ് സ്വീകരിച്ചത്. ആ പാട്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു. എന്താണ്? കവിയല്ല തിരുനബി എങ്കിലും പാട്ടിഷ്ടമാ,
അത് ധാർമ്മിക ചുവയില്ല എങ്കിൽ അനിഷ്ടമാ ചില സമയമിൽ പാടുന്നതാ നബിയുള്ള കവിയല്ല കവിതാലാപനം പണിയല്ല അബാലവൃദ്ധം തല പാടുന്നേ അത് കേട്ടു തിരുനബി കോൺമയിൽ കൊള്ളുന്നേ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്ത് 2 മിമ്പർ ഉണ്ടായിരുന്നു. ഒന്ന് ഖുത്ബ ഓതാനാണ്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടാനും ഇസ്ലാമിനെ കുറിച്ച് പ്രകീർത്തിക്കാനുമുള്ള ഒരു സദസ്സ്, ഒരു മിമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് സ്ഥാനം ഇസ്ലാമിലുണ്ട്. ഈ ഖുർആൻ തന്നെയും പരിശുദ്ധ ഖുർആൻ കവിതയാണോ ഗദ്യവും പദ്യവും അല്ലാത്ത രൂപത്തിലാണ് ഇറക്കിയിരിക്കുന്നത് അല്ലാഹു തആല. അപ്പോൾ എന്താണ് ഇതിനകത്തൊക്കെ ഒരു മാസ്മരികതയുണ്ട്. എന്താ പറഞ്ഞാൽ കാണാതെ പഠിക്കാൻ ഏറ്റവും ഉചിതമായത് എന്താ പറയുക, പദ്യ രൂപത്തിലാവുമ്പോഴാണ്. ഗദ്യം എന്ന് പറയുക, ഉദാഹരണം പറയുക, ഒരു പത്രം നമുക്ക് വായിച്ച് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 4 വരി പാട്ടാവുമ്പോഴോ അവൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ ഈ പാട്ട് ചെറുപ്പത്തിലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് മെമ്മറി പവർ കൂടും. കാരണം ഒരു 4 വരി പാട്ട് തുടങ്ങി വന്നാൽ അവൻ്റെ ജീവിതകാലം അവസാനം വരെ, അവർ പ്രായം ചെന്ന് ഉപ്പായാലും ഉമ്മായാലും ഈ പാട്ട് മറക്കത്തില്ല. കാരണം എന്താ, ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് കൊണ്ട്. പ്രത്യേകിച്ച് ഹാഫിളാവാൻ, ഹിഫ്ലിനും ഏറ്റവും നല്ല പ്രായം ഏതാണ്? ചെറിയ പ്രായമാണ്. ആ ചെറിയ പ്രായത്ത്, അതായത് കാലിയായി കിടക്കുന്ന മനസ്സിലേക്ക് പരിശുദ്ധ ഖുർആനും അതേപോലെ ദീനീയ അറിവുകളും ഇട്ടുകൊടുക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സന്താനങ്ങൾ ഇരുലോകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സാലിഹായ മക്കളായി, നമുക്ക് കൺകുളിർമയുള്ള മക്കളായി അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയൊക്കെ മാറ്റുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഈ നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ, പ്രത്യേകിച്ച് ഈ ഡോക്ടറും അതുപോലെ മകനും നമുക്ക് ഈ ഒരു അവസരം നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.